ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് വാസ്കോയെ സാന്റോസ് പരാജയപ്പെടുത്തിയത്. തിളങ്ങിയത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ തന്നെയാണ്. 2 ഗോളുകളും നേടിയത് നെയ്മറാണ്. അങ്ങനെ സാന്റോസിനെ ഒറ്റയ്ക്ക് നെയ്മർ ചുമലിലേറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ഗോളുകളും നെയ്മറുടെ ടാലന്റ് വിളിച്ചോതുന്ന ഗോളുകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ വാസ്കോ താരമായ തിയാഗോ മെൻഡസും അതുപോലെ തന്നെ നെയ്മർ ജൂനിയറും ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ട്. അതായത് നെയ്മർ ആദ്യ ഗോൾ നേടിയത് 25-ാമത്തെ മിനിറ്റിലാണ്. പിന്നീട് 29-ാമത്തെ മിനിറ്റിലാണ് നെയ്മറും തിയാഗോ മെൻഡസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിക്കൊണ്ട് ഈ 2 താരങ്ങൾക്കും യെല്ലോ കാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ നെയ്മർ PSG-യിലായിരുന്ന സമയത്ത് തിയാഗോ മെൻഡസ് ഒളിമ്പിക് ലിയോണിന് വേണ്ടി കളിച്ചിരുന്നു. അന്നും നെയ്മർ ജൂനിയറെ സ്ഥിരമായി വേട്ടയാടിയ താരമാണ് തിയാഗോ മെൻഡസ്. നെയ്മറെ ഗുരുതരമായി ഫൗൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ് തിയാഗോ മെൻഡസ്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിച്ചതിന് ശേഷം നെയ്മർ ജൂനിയർ തിയാഗോ മെൻഡസിനെതിരെ വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതായത് തന്നെ ചൊറിയുക എന്നുള്ളതാണ് തിയാഗോ മെൻഡസിന്റെ പ്രധാന പണി എന്നാണ് നെയ്മർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവനൊരു വിഡ്ഢിയാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് അവന്റെ സ്ഥിരം പണിയാണ്. എന്നെ ചൊറിയുക എന്നുള്ളതാണ് അവന്റെ പ്രധാന ജോലി. ഞാനൊരു ടഫായിട്ടുള്ള ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ പലതും ചെയ്തു കൂട്ടും. എല്ലാ ബഹുമാനത്തോടു കൂടിയും ഞാൻ പറയട്ടെ, അവനൊരു വിഡ്ഢിയാണ്. ഞാൻ PSG-യിലായിരുന്ന സമയത്ത് എന്നെ ഫൗൾ ചെയ്ത് പരിക്കേൽപ്പിച്ചവനാണ് അവൻ. ഇന്ന് അത് വെച്ചുകൊണ്ട് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത്. എന്നെ തകർക്കാൻ അവന് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് തിയാഗോ മെൻഡസിനെ കുറിച്ച് ആദ്യ പകുതിക്ക് ശേഷം നെയ്മർ ജൂനിയർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് രണ്ടാം പകുതിയിൽ ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് നെയ്മർ തന്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഏതായാലും നെയ്മർ ഇപ്പോൾ ഫോമിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.